നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നും നമുക്ക്. A person wants to invest an amount of rupees 75,000. He has two options, A and B, yielding 8% and 9% return respectively on investment amount. He plans to invest at least 15,000 in A, plan A, and at least 25,000 in plan B. Also, he wants to invest the plan A is less than or equal to invest in plan B. Which of the following options is the given LPP? ഇതിൽ ഏതാണ് LPP ആവാണ്? അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ LPP മാക്സിമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ആ LPP ഫീസിബിലിറ്റി എന്താ ചോദിക്കാം. ഫീസിബിലിറ്റിയിലെ കോർണർ പോയിന്റ്സ് എന്താ ചോദിക്കാം. എന്താണ് മാക്സിമം, എപ്പോഴാണ്, എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, മാക്സിമം റിട്ടേൺ കിട്ടണമെങ്കിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഒക്കെ ചോദിക്കാം. അപ്പം എക്സ് ആണ് പ്ലാൻ എയിൽ എക്സ് യൂണിറ്റ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചോളൂ. പ്ലാൻ ബിയിൽ വൈ യൂണിറ്റ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചോളൂ. അപ്പോൾ നമുക്കറിയാം വൈ റുപ്പീസ്, വൈ കാശാണ്. അപ്പം നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഒരിക്കലും 75,000 കൂടരുത്. അപ്പോൾ അതാണ് ഒരു കൺസെപ്റ്റ്, ഒരു കൺസ്ട്രെയിൻ്റ് അതാണ്. മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 75,000 രൂപയേ ഉള്ളൂ. അപ്പം എക്സ് റുപ്പീസ് ആണ് എ എന്നുള്ള പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, വൈ റുപ്പീസ് ആണ് ബി എന്നുള്ള പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എയിലും ബിയിലും കൂടി കൂടിയാൽ 75,000 കൂടരുത്. കാരണം അയാളുടെ അതിൽ ആകെ 75,000 രൂപയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കിട്ടി. അപ്പം ഇതെന്തായാലും തെറ്റാണ്. കണ്ടോ, ഇതെന്തായാലും തെറ്റാണ്. 75,000 കുറയണം. കണ്ടോ, ഇത് 75,000, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്, ഇതും തെറ്റാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓപ്ഷനും സെക്കൻഡ് ഓപ്ഷനും തെറ്റാണ്. ഓക്കെ, പിന്നെന്താ രണ്ടാമത്തെ ഐഡിയ? പ്ലാൻ എ എന്താണ്? ഓൾസോ ഈ വാണ്ട്സ് ഇൻ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അല്ല, ഈ പ്ലാൻസ് ടു ഇൻവെസ്റ്റ് അറ്റ്ലീസ്റ്റ് 15,000 ഇൻ പ്ലാൻ എ. അപ്പോൾ പ്ലാൻ എയിൽ അറ്റ്ലീസ്റ്റ് 15,000. അപ്പോൾ എക്സ് ഷുഡ് ബി മിനിമം 15,000. അപ്പോൾ എക്സ് 15,000 അതിൽ കൂടുതലോ ആവാം. അതുപോലെ വൈ 25,000 25,000 അതിൽ കൂടുതലോ ആവാം. അപ്പോൾ എക്സ് ഷുഡ് ബി ബിഗർ ദാൻ ഓർ ഈക്വൽ ടു വൈ 1,500 2,500. അപ്പോൾ അത് രണ്ടും ശരിയാണ്. ഓക്കെ, ശരിയാണ്. പിന്നെ എന്താണ്? വിച്ച് ആർ ദ ഫോളോയിങ്? പ്ലാൻ എ, ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാൻ എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാൻ ബി. അപ്പോൾ പ്ലാൻ എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലാൻ ബി. പ്ലാൻ ബി ആണ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ആണ്. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ആണ്. ഇതൊക്കെ ശരിയാണല്ലോ. എക്സ് ലെസ് ദാൻ ഈക്വൽ ടു വൈ ആണ്. ഇത് തെറ്റാ. കണ്ടോ, എക്സ് ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വൈ ആണ്. അപ്പോൾ ഹിയർ ദ ആൻസർ ഇസ് യെസ്. ബാക്കി മാക്സിമൈസ് എല്ലാം ഒന്നേ മാറി തരാം. ഇതാണ് മാക്സിമൈസ്. എന്താ മാക്സിമൈസ് ചെയ്യേണ്ടത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ്. സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 8%, 0.08 എക്സ്. ഇതാണ് എ എന്നുള്ള പ്ലാനിലുള്ള റിട്ടേൺ ഉണ്ടാവുക. 8% അല്ലേ, പ്ലസ് 0.09 വൈ. ഇതാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ സെറ്റ്. അപ്പോൾ അതിൽ ഒപ്റ്റിമൈസ് ചെയ്യണം. അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? വേണമെങ്കിൽ അത് എന്തൊക്കെ ചോദിക്കാം? അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം. ഫീസിബിൾ റീജിയൻ എന്താ ചോദിക്കാം, ഫീസിബിൾ സൊല്യൂഷൻ എന്താ ചോദിക്കാം, ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്താ ചോദിക്കാം, കോർണർ പോയിന്റ്സ് ഓഫ് ദ ഫീസിബിലിറ്റി ചോദിക്കാം, ഒക്കെ ചോദിക്കാം. അപ്പോൾ ഞാൻ അതൊന്ന് വേഗം സ്പീഡിലൊന്ന് നമുക്ക് ചെയ്യാം. ദിസ് ഇസ് വൈ ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണെന്ന് ചോദിച്ചോളൂ. ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പം ആദ്യത്തെ ഇതിപ്പോൾ എല്ലാം ഒരേ ഇൻഡെക്സിൽ പറഞ്ഞോളൂ. 75, 15 ഇങ്ങനെ ആയിക്കോളൂ. അപ്പോൾ 75 ആണെങ്കിൽ ഇത് 15 ആയിക്കോട്ടെ, ഇത് 30 ആണ്, 45, 60, 70, 75. അതേപോലെ ഇവിടെ 15, 30, 45, 60, 75. അപ്പോൾ ഇതാണ് ആദ്യത്തെ വര. ഫസ്റ്റ് ലൈൻ അതാണ്. This is x plus y less than equal to x plus y less than or equal to 75,000. ഇപ്പോൾ താഴേക്കാണ്. റീജിയൻ ഇസ് ബിലോ. ഒറിജിൻ കണ്ടെയ്ൻ ചെയ്യുന്ന റീജിയൻ ആണ്. ഇനി എക്സ് ഇസ് ബിഗർ ദാൻ 15,000. അപ്പോൾ ഇതാണ് 15,000. ദിസ് ഇസ് 15,000. അപ്പോൾ ഇവിടെ നിങ്ങടാണ്. ഇതാണ് എക്സ് ബിഗർ ദാൻ ഓർ ഈക്വൽ ടു 15,000. ഇനി y ഇസ് ബിഗർ ദാൻ 25,000. y ബിഗർ ദാൻ ഇതാണ് 15. അപ്പോൾ ഏകദേശം ഇവിടെയാണ് 25 ഉണ്ടാവുക. But this is y. ഇത് മുകളിലേക്ക് ഉണ്ടാവും. y is bigger than or equal to 25,000. ഇനി എന്താണുള്ളത്? x is less than equal to y. അപ്പോൾ y is equal to x വരയ്ക്കാം. y is equal to x ഏകദേശം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ റീജിയൻ എങ്ങനെയാണ് ഉണ്ടാവുക? മുകളിലേക്കാണോ താഴേക്കാണോ? വേണമെങ്കിൽ ഈ പോയിന്റ് കൊടുക്കുക. ഇത് 0, 15 ആണ്.
15 എടുത്തോളൂ. 15 0 ആണ്. അപ്പോൾ 15 0 കൊടുക്കുമ്പോൾ 15 ലെസ് ദാൻ 0, എക്സിന് പകരം 15 കൊടുത്താൽ 15 ലെസ് ദാൻ 0 തെറ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഭാഗമല്ല, ഈ ഭാഗമാണ്. അപ്പം ഇങ്ങോട്ടാണ്. അപ്പം ആക്ച്വലി ഇതാണ് റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ ഇസ് എ, വേണമെങ്കിൽ എങ്ങനെ ചോദിക്കാം, വാട്ട് ഇസ് ദ ഫീസിബിൾ റീജിയൻ? ഇതാണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ ഇസ് എ, ഫീസിബിൾ റീജിയൻ ഈസ് എ ക്വാഡ്രിലാറ്ററൽ. പിന്നെ വേണമെങ്കിൽ അതിൽ കോർണർ പോയിന്റ്സ് പറയാം. ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്. ആകെ 4 കോർണർ പോയിന്റ്സ് ഉണ്ട്. അതിൽ മാക്സിമം ഈൽഡ് കിട്ടാൻ എത്രയ്ക്ക് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം വേണമെങ്കിൽ ചോദിക്കാം. അതൊക്കെ നിങ്ങൾ ബോർഡിന് പഠിച്ചിട്ടില്ല ഇതൊക്കെ, പക്ഷെ അതുകൊണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഏതൊക്കെയാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത, the corner points of a feasible region of an LPP are this, 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 and this. If the objective function maximize Z, where A not equal to B, A, B has alternate optimal solutions, then ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. എന്താണ് ഓൾട്ടർനേറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ? പറഞ്ഞാൽ രണ്ടിലും ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഉണ്ട്. ഇതിലും A not equal to B has, if the objective function maximizes this, where A not equal to B, A, B greater than 0, has alternate optimal solutions. Alternate optimal solutions പറഞ്ഞാൽ എന്താ? കോർണർ പോയിന്റ്സ് വന്നിട്ടുണ്ട് 0 0. ഇതാണ് y ആക്സിസ് വെച്ചോളൂ, x ആക്സിസ് വെച്ചോളൂ. 0 0 ഒരു പോയിന്റ് ആണ്, 30 0 ഒരു പോയിന്റ് ആണ്. ദിസ് ഇസ് 30 0. പിന്നെ 0 50 ഒരു പോയിന്റ് ആണ്, 0 50. പിന്നെ 20 30, 20 30, 30 ഇവിടെ ഉണ്ടാവും, 20 ഇവിടെ ഉണ്ടാവും, ഇവിടെയാണ് 20 30. അപ്പം ഇങ്ങനെയാണ് 20 30. But this is the corner points. ഇതാണ് feasible solution, feasible region. If the objective function maximize the corner points of the feasible region of an LPP are 0 0, 30 0, 20 30, 20 30. 20 30, okay. 20 30 and 20 30 അതിന് മുകളിൽ തന്നെ ഉണ്ടാവുക. അതൊക്കെ ഇങ്ങനെ വരില്ല, ഇങ്ങനെ വരില്ല. ആക്ച്വലി ഇങ്ങനെ തന്നെ വരും. 20 30 50 തന്നെയല്ലേ ഉള്ളത്. അപ്പം ഇങ്ങനെ ഉണ്ടാവും. കാരണം മറ്റേ മാതിരി ഇങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ ഇതാണ് 20 30 ഇവിടെ എവിടെയാണ് 20 30 ഇതിന് മുകളിൽ തന്നെയാണ്. കാരണം 20 30 കൂടി കൂടിയാൽ 50 അല്ലേ, ഇവിടെയാണ് 20 30. അപ്പം എന്താ ചോദ്യം? ഹാസ് ഓൾട്ടർനേറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ്. ഹാസ് ഓൾട്ടർനേറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് പറഞ്ഞാൽ എന്താ? ഇതിലും ഇതാ ഓൾട്ടർനേറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇതാ ഇങ്ങനെ. ഇതിന് മുകളിൽ സൊല്യൂഷൻ ഉണ്ട്, ഇതിന് മുകളിൽ സൊല്യൂഷൻ ഉണ്ട്, ഇതിന് മുകളിൽ സൊല്യൂഷൻ ഉണ്ട് എന്നാണ് ഓൾട്ടർനേറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഫിനിറ്റ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ച മതി, സെഡ് ഇസ് ഈക്വൽ ടു AX plus Bയിൽ AX plus BYയിൽ Z at 0 15, Z at 30 0 സെയിം ആവണം. അങ്ങനെ ആലോചിച്ചാൽ മതി. Z at 0 15, Z at 20 30 സെയിം ആവണം. വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓഫ് കോഴ്സ് 0 0 സെയിം അല്ല, പക്ഷെ ഇവിടെ ഇതിലെ സൊല്യൂഷനും ഇതിലെ സൊല്യൂഷൻ സെയിം ആണ്. കാരണം ആ 3 പോയിന്റ്സ് കൊള്ളിനിയർ ആണ്. അപ്പം ഇതിലും സൊല്യൂഷൻ സെയിം ആണെങ്കിൽ, ഇതിലെ സൊല്യൂഷൻ സെയിം ആണെങ്കിൽ ഈ വരയുടെ മുകളിലുള്ള എല്ലാ പോയിന്റിലും ഒരേ സൊല്യൂഷൻ ഉണ്ടാവും. ആക്ച്വലി കണ്ടെയ്ൻസ് ഇൻവേഴ്സ് സൊല്യൂഷൻ. മക്കളെ ഈ പരിപാടി റിപ്പീറ്റ് ചെയ്യേണ്ട പഠിക്കണം. ഏതെങ്കിലും 2 പോയിന്റ്സിൽ ഒരേ സൊല്യൂഷൻ ആണെങ്കിൽ ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് സൊല്യൂഷൻ, എപ്പോഴും ചോദിക്കുന്നത്. അപ്പം 0 50 കൊടുക്കാം. അപ്പം എന്താ, എക്സിന് പകരം 0 കൊടുക്കാം. അപ്പം A into 0 plus B into 50 is equal to 30 കൊടുക്കാം. അപ്പം A into 30 plus B into 0. അപ്പം എന്ത് കിട്ടും? 50B is equal to 30A. What is 5B is equal to 3. ഇതാണ് റിലേഷൻ. എയും ബിയും തമ്മിലുള്ള റിലേഷൻ ആണ്. 5B is equal to 3. 5B equal to 3 ആണല്ലോ ആൻസർ. ഇത് ഡിലീറ്റ് ചെയ്യണം. ഈ ഭാഗം ഡിലീറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യണം. രണ്ടാമത് ചെയ്യണം.